ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു ലക്ഷദ്വീപ് പലഹാരം കിലാഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കിലാഞ്ചി അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തേങ്ങാപ്പാലും. നമ്മുടെ നാട്ടിൽ ഇതിന് പാലാട എന്നൊക്കെ പറയും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി ഒരു കപ്പ് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ട് 2 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. ഒരു 2 മണിക്കൂർ കുതിർന്നതിന് ശേഷം നന്നായി കഴുകി ഊറ്റിയെടുക്കുക. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയതാണ് വേണ്ടത്. പിന്നെ ഒരു കോഴിമുട്ടയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും തരിയില്ലാതെ നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുക. ഈ അരിച്ചൊഴിച്ച് കൊടുക്കുന്നത് എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ ഇല്ലാതിരിക്കാനാണ്. പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1-2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ബാറ്റർ എന്ന് പറയുന്നത് നല്ല ലൂസായിട്ടാണ് ഇരിക്കാൻ. നീർദോശനേക്കാളും ഒന്നും കൂടി ലൂസാവണം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് മാവ് ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിക്കണം മാവ്. അപ്പോൾ നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിനായി ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഓരോ തവി വീതം ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പോൾ മാവ് നല്ല ലൂസ് ആകുമ്പോൾ എത്ര തിന്നായി കിട്ടുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ തന്നെ പാനിൽ നിന്നിങ്ങനെ ഇളകി വന്നോളും. അപ്പോൾ നമുക്ക് കൈ കൊണ്ടോ തവി കൊണ്ടോ ഇങ്ങനെ എടുത്തുകൊണ്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത ദോശ ചുടുമ്പോഴും ഈ മാവ് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം വേണം ചുട്ടെടുക്കാൻ. ഇനി ഇതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോഴാണ് ഇതിനൊന്ന് കാണാനൊന്നും ഭംഗി ഉണ്ടാവല്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി വെക്കുക. കണ്ട് നല്ല തിന്നായിരിക്കും ഈ ദോശ. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. തേങ്ങാപ്പാലിലൊക്കെ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ തന്നെ. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിന്നായിട്ടായിരിക്കും. നല്ല കട്ടിയില്ലാത്ത ദോശയാണ്. നമ്മളെ നീർദോശനെ പോലെയല്ല, നീർദോശനേക്കാളും നല്ല സോഫ്റ്റായ ഒരു അപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു 2 ചെറുപഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാലും ഒഴിച്ച് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര ഉരുക്കി അതാണ് അത് ചൂടാറിയതിന് ശേഷമാണ് ഇതിലൊക്കെ ഒഴിച്ച് കൊടുക്കാൻ. പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ശർക്കര ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. പിന്നെ ചിക്കൻ കറിയുടെ കൂടെയും മീൻ കറിയുടെ കൂടെയൊക്കെ കഴിക്കാം. എന്നാലും നല്ല ടേസ്റ്റാണ്. ദീപികാരൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കാറ്. തേങ്ങാപ്പാലാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. ബായ്.